ഗോകുൽ LDF ക്യാമ്പിനൊപ്പം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഉള്ളത്. ഗോകുൽ, അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? നേരത്തെ MP രാജേഷും VK ശ്രീമതിയും ഒക്കെ സംസാരിക്കുന്നു, വലിയ ആവശ്യത്തിലായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നുണ്ടായിരുന്നു. എത്രത്തോളം വലിയ ഒരുക്കത്തോടു കൂടിയുള്ള റോഡ് ഷോയാണ് അവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നത്? വലിയ ആവേശത്തിൽ കട്ടൗട്ടുകളൊക്കെ നിറച്ച് വലിയ കൊടികളൊക്കെ പാർപ്പിച്ച് ഒരു ചെങ്കടലാക്കിയുള്ള ഒരു വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു കൊട്ടിക്കലാശത്തിലേക്കാണ് LDF ക്യാമ്പ് ഒരുങ്ങുന്നത്. കുറച്ച് കുട്ടികളടക്കം ഈ ഒരു പ്രചരണത്തിന്റെ ഭാഗമാകുന്നത്. മോന്റെ പേരെന്താ? എന്റെ പേര് ഫഹദ് ഫർസീൻ. സരിനേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണോ വന്നേ? ഇതെന്താ സാധനം? എന്താ? സ്റ്റെതസ്കോപ്പ്. ആരുടെ ചിഹ്ന? ആരുടെയാ? സലീം ബ്രോന്റെ, നമ്മുടെ ഡോക്ടർ P സലീം ബ്രോന്റെ. ഡോക്ടർ ബ്രോന്റെ ചിഹ്നാണ്. ഡോക്ടർ ബ്രോന്റെ ചിഹ്നാണ്. എന്താ പേരെന്താ? സയ്യിദ് ഫാഹിം. ഫാഹിം. ഇതെന്താ? സരിനേട്ടനോടുള്ള ആവേശം കൊണ്ട് വന്നോ? ഇനി എങ്ങോട്ടാ പോണത്? പ്രചരണം എങ്ങോട്ടാ പോണത്? എന്താണ് പറയാനുള്ളത്? പറഞ്ഞോ. ഇത് പറ, എന്താ പവറാണ്. സരിനേട്ടൻ പുള്ളി സീനാണ്. പാലക്കാട് ഈ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. അതോടെ തന്നെ നിരവധി പേർ കട്ടൗട്ടുകൾ, വലിയ കട്ടൗട്ടുകളുണ്ട്. ഒരു ചെങ്കടൽ, ചുവന്ന കടലിന് സമാനമായ രീതിയിൽ അത്രയധികം പ്രവർത്തകരാൽ നിറഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയൊരു ആവേശത്തോടു കൂടിയുള്ളൊരു ജാഥയായി തന്നെയായിരിക്കും ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. ശരി, എന്തായാലും ഗൂഗിൾ, കുട്ടികൾ വരെ ആവശ്യത്തിൽ ചെണ്ടമേളവുമായി ഇത് ഏത് ക്യാമ്പിലാണ്? BJP ക്യാമ്പിലാണെന്ന് തോന്നുന്നു. ചെണ്ടമേളം തകർക്കുന്നുണ്ട്, കേൾക്കാം. അങ്ങനെ പലവിധ കലാരൂപങ്ങളും സമ്മേളിക്കുന്ന ഒരു രംഗമായി അല്ലെങ്കിൽ ഒരു സ്ഥലമായി കൂടി പാലക്കാട് മാറുകയാണ്. BJP-യുടെയും കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ ആഘോഷ കാഴ്ചകളാണ് വിവിധ വിൻഡോകളായി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വിൻഡോയിൽ ഓരോ പാർട്ടികൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ വിൻഡോയിൽ BJP ക്യാമ്പ്, അവരുടെ ആഹ്ലാദം, അവരുടെ കൊടികളൊക്കെ കാണുന്നുണ്ട്. രണ്ടാമത്തത് LDF-ന്റെ കട്ടൗട്ടുകളാണ് എന്ന് തോന്നുന്നു. ചിത്രമായി സരിൻ ഹൃദയത്തോടെ കൈ ചേർത്ത് പിടിക്കുന്ന ചിത്രങ്ങളുമായിട്ടാണ്. അതിൽ തൊട്ട് താഴെ കാണുന്നത് UDF-ന്റെ ക്യാമ്പാണ്. അവിടെ ആവേശം ഉയർത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ വന്നും ഷാഫി സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടു. PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവിടെയുണ്ട്. രാഹുൽ കയറുന്നു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടതിൽ കൂടി എനിക്ക് തോന്നുന്നു കൊട്ടിക്കലാശത്തിലേക്ക് ആദ്യം എൻട്രി ചെയ്യുന്ന സ്ഥാനാർത്ഥി രാഹുലാണെന്ന് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ആദ്യം എൻട്രി കിട്ടിയത് രാഹുലിനായിരുന്നു. കൊട്ടിക്കലാശത്തിലും ആദ്യം രാഹുൽ തന്നെയാണ് ക്യാമറകൾക്ക് മുന്നിലേക്ക് വരുന്നത്. മറ്റുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 1 ഇഞ്ച് പോലും 1 സെന്റിമീറ്റർ പോലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഈ വിജയം തങ്ങൾക്കൊപ്പം എന്നൊക്കെ ഉറപ്പിച്ചുകൊണ്ടാണ് 3 സ്ഥാനാർത്ഥികളും അണികളും ഒക്കെ ഈ കൊട്ടിക്കലാശത്തിൽ ആവേശത്തോടെ പങ്കുചേരുന്നത്. ഡോക്ടർ സരിൻ ബ്രോയെ JEQ സരിൻ സീനാണ് എന്നൊക്കെയാണ് കുട്ടികളും ആവേശത്തോടുകൂടി പറയുന്നത്. എന്തായാലും വോട്ടിൻ്റെ ആവേശത്തിൽ അത് കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ എല്ലാവരും ഈ ഒരു കാഴ്ചയ്ക്കൊപ്പം വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പങ്കുചേരുന്നുവെന്നാണ്. ഇതെല്ലാം സൗഹൃദത്തിൻ്റെ കൂടി ഒരു കൂട്ടായ്മയായി ഇന്ന് മാറട്ടെ. ബാരിക്കേഡൊക്കെ വെച്ച് പോലീസ് തടഞ്ഞ് ചെറിയൊരു കശവിശക്കിടയാക്കി. ഇനി പ്രവർത്തകർ തമ്മിലുള്ള അടിപിടികളിലേക്കൊന്നും പോകാതിരിക്കട്ടെ, അതിനുള്ള നിയന്ത്രണമൊക്കെ നേതാക്കളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കട്ടെ എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. ഇനി രാഹുലിനൊപ്പം സന്ദീപ് വാര്യർ കൂടി ആ വാഹനത്തിലേക്ക് വരുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. ഷാഫി ഉണ്ട്, PC വിശ്വനാഥ് ഉണ്ട്. ഇവിടെ BJP സ്ഥാനാർത്ഥിയെയും C കൃഷ്ണകുമാറിനെയും ഒപ്പം തന്നെ ഡോക്ടർ സരിനെയുമാണ് LDF സ്ഥാനാർത്ഥിയുമാണ് ഇനി നമ്മൾ ഈ കൊട്ടിക്കലാശത്തിന്റെ വേദിയിൽ കാണാനിരിക്കുന്നത്. സമയം ഇനിയുമുണ്ട്. 3:51 ആയിരിക്കുന്നു സമയം. 2 മണിക്കൂർ കൂടി അവശേഷിക്കുന്നു. 2 മണിക്കൂർ ഇതേ ആരവത്തിൽ, ഇതേ എനർജിയിൽ പ്രവർത്തകരൊക്കെ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, കൊട്ടും പാട്ടുമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട പല കലാരൂപങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം തെരുവ് നാടകങ്ങളാകട്ടെ, അല്ലെങ്കിൽ നാടൻ പാട്ടുകളാകട്ടെ, അങ്ങനെ പല വിധത്തിലാണ് വോട്ടർമാരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ പല രീതിയിലുള്ള
പ്രചാരണ പരിപാടികളും ആവിഷ്കരിച്ചു. അതൊക്കെ ഒട്ടുമിക്ക ആളുകളും ആസ്വദിച്ചിട്ടുണ്ട്, കല ആസ്വദിക്കുന്നു. അതിനൊപ്പം വോട്ട് ആർക്ക് എന്നത് തീർച്ചയായും ഓരോരുത്തരുടെയും തീരുമാനമാണ്. അതൊക്കെ ആളുകൾ പലരും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാകും. ഇനി നാളത്തെ ചില നീക്കങ്ങൾ, രതീഷ്, നാളത്തെ നിശബ്ദ പ്രചാരണ ദിവസം വളരെ കാര്യമായി നേതാക്കളൊക്കെ വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തും. വളരെ കൃത്യമായി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അതിലിനി ചില വോട്ടുകളൊക്കെ ഒരുപക്ഷെ മറിയാനുള്ള സാധ്യതകളുണ്ടെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ ഏകദേശം ആര് ജയിച്ചു ആളുകളുടെ ഹൃദയത്തിലെന്ന് പറയാം, അല്ലേ? ആര് ജയിച്ചു എന്നത് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഒരു തീർപ്പായിട്ടുണ്ടാവും വോട്ടർമാരുടെ ചിന്തയിലൊക്കെ. ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ നേരത്തെയാണ് സാധാരണ നിലയിൽ നേരത്തെ തന്നെ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവും. പിന്നീട് ഈ പ്രചാരണത്തിന്റെ ഭാഗമായി വരുന്ന പല വിഷയങ്ങളും അതിനെയൊക്കെ നോക്കി സ്ഥാനാർത്ഥിയുടെ മികവിനെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരുടെ വോട്ടുകളാണ് അവസാന നിമിഷവും ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഈ പ്രചാരണ ദിവസം, നിശബ്ദ പ്രചാരണ ദിവസം പോലും പരമാവധി ആളുകളെ നേരിൽ കാണാനും കീ വോട്ടർമാരെ നേരിൽ കാണാനും ഒക്കെ സ്ഥാനാർത്ഥികൾ സമയം കണ്ടെത്താറ്. ഇപ്പോഴത്തെ LDF ക്യാമ്പിൽ നിന്ന് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് LDF UDF NDA പ്രവർത്തകർ എത്തുകയാണ്. UDF ക്യാമ്പിൽ എല്ലാം സെറ്റായി കഴിഞ്ഞു. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്ന വാഹനത്തിലേക്ക് കയറി. ഒപ്പം ഷാഫി പറമ്പിലുണ്ട്, PC വിഷ്ണുനാഥ് ഉണ്ട്, മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. UDF ക്യാമ്പ് അവിടെ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമാവുകയാണ്. രാഹുലിനെ ത്രിവർണ്ണ ഷാൾ അണിയിച്ച് PC വിഷ്ണുനാഥ്, നജീബ് കാന്തപുരം ഇതിനിടയിൽ സെൽഫി എടുക്കാനുള്ള തിരക്കും തീർച്ചയായും ഉണ്ട്. എല്ലാവരും പകവെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഒരു ചെറിയ ആംഗ്യം പോലും അത് ആളുകളിൽ സ്നേഹവും അല്ലെങ്കിൽ ദേഷ്യവും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് സ്ഥാനാർത്ഥികളും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്.